My dear students, today we can study about the plant cell. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് സസ്യകോശത്തെക്കുറിച്ച് പഠിക്കാം. The structure of a cell is complex because it is performing the functions like resist foreign particles, release energy from nutrients, and synthesize biomolecules. കോശത്തിൻ്റെ ഘടന സങ്കീർണമാണ്. എന്താണ് കോശത്തിൻ്റെ ഘടന സങ്കീർണമാകാനുള്ള കാരണം? കോശം അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകളെ നിർമ്മിക്കുന്നു. As the cell perform all these functions, the structure of a cell is complex. ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റുന്നതുകൊണ്ട് കോശത്തിൻ്റെ ഘടന സങ്കീർണമാണ്. There are specific parts to perform each physiological function inside the cell. കോശത്തിൻ്റെ ഉള്ളിൽ ഓരോ ജീവധർമ്മവും നിർവഹിക്കുന്നതിനായി പ്രത്യേകം ഭാഗങ്ങൾ ഉണ്ട്. The functions performed by the cell is done by specific parts seen inside the cell. കോശത്തിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് കോശത്തിനുള്ളിൽ പ്രത്യേക ഭാഗങ്ങൾ ഉണ്ട്. These specific parts are performing each physiological functions inside the cell. കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന ഈ പ്രത്യേക ഭാഗങ്ങളാണ് ഓരോ ജീവധർമ്മവും നിർവഹിക്കുന്നത്. Now we can study the different parts of a plant cell. All of you look at the figure 1.4 of your textbook, page number 12. ഇനി നമുക്ക് സസ്യകോശത്തിൻ്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാം. എല്ലാവരും ചിത്രം 1.4 പേജ് നമ്പർ 12 തന്നിട്ടുള്ള സസ്യകോശത്തിൻ്റെ ഘടന നിരീക്ഷിക്കുക. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് എ പ്ലാന്റ് സെൽ? എന്താണ് സസ്യകോശത്തിൻ്റെ പ്രത്യേകത? You are already familiar with the cell wall, the cell membrane or plasma membrane, the cytoplasm and the nucleus. What are the other parts you observed in the figure? They are endoplasmic reticulum, ribosome, chloroplast, Golgi complex, vacuole and mitochondrion. കോശഭിത്തി, കോശസ്തരം അഥവാ പ്ലാസ്മാസ്തരം, കോശദ്രവ്യം, മർമ്മം എന്നീ ഭാഗങ്ങൾ മുൻപ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. മറ്റേതെല്ലാം ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? അവയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഹരിതകണം, ഗോൾഗി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺഡ്രിയോൺ. The outermost part seen in a plant cell is cell wall. സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ് കോശഭിത്തി. The membrane seen inside the cell wall is cell membrane. Cell membrane is otherwise known as plasma membrane.
കോശഭിത്തിക്ക് ഉള്ളിൽ കാണുന്ന സ്തരമാണ് പ്ലാസ്മ സ്തരം അഥവാ കോശസ്തരം. All the substances seen inside the cell membrane or plasma membrane is known as protoplasm. കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരത്തിനുള്ളിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. So can you say what are the substances seen inside the cell membrane or plasma membrane? They are nucleus, cytoplasm, endoplasmic reticulum, ribosome, chloroplast, Golgi complex, vacuole, mitochondrion. പ്ലാസ്മ സ്തരത്തിനുള്ളിൽ അഥവാ കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? മർമ്മം, കോശദ്രവ്യം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഹരിതകണം, ഗോൾഗി കോംപ്ലക്സ്, ഫാനം, മൈറ്റോകോൺഡ്രിയോൺ എന്നിവയാണ്. So what is cytoplasm? Cytoplasm is the part of protoplasm excluding the nucleus. Cytoplasm is the part of the protoplasm except the nucleus. എന്താണ് കോശദ്രവ്യം? ജീവദ്രവ്യത്തിൽ അഥവാ പ്രോട്ടോപ്ലാസത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. മർമ്മം മാറ്റിയാൽ ബാക്കി ജീവദ്രവ്യത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് കോശദ്രവ്യം. So we can say an equation as in maths. മാത്സിലുള്ളതുപോലെ ഒരു ഇക്വേഷൻ നമുക്കിവിടെ പറയാൻ പറ്റും. പ്രോട്ടോപ്ലാസം ഈക്വൽസ് സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ്. ജീവദ്രവ്യം സമം കോശദ്രവ്യം പ്ലസ് മർമ്മം. പ്രോട്ടോപ്ലാസം മൈനസ് ന്യൂക്ലിയസ് ഈക്വൽസ് സൈറ്റോപ്ലാസം. ജീവദ്രവ്യം മൈനസ് മർമ്മം സമം കോശദ്രവ്യം. What all things are seen in the cytoplasm? All the factors required for life activities are present in the cytoplasm. എന്തെല്ലാം ഘടകങ്ങളാണ് കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുള്ളത്? ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. We have already studied that the specific parts seen in the cytoplasm to perform physiological functions inside the cell are called as cell organelles. നാം തൊട്ടു മുൻപ് കോശത്തിനുള്ളിൽ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെക്കുറിച്ച് പഠിച്ചു. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന വിവിധ ജീവധർമ്മങ്ങളുടെ നിർവഹണം നടത്തുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. Name the specific parts which perform
the physiological functions inside the cell? Answer, cell organelles. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെ പറയുന്ന പേര് കോശാംഗങ്ങൾ. What are cell organelles? Cell organelles are the specific parts seen in the cytoplasm to perform physiological functions. എന്താണ് കോശാംഗങ്ങൾ? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. Can you say the examples of cell organelles present in the plant cell? They are endoplasmic reticulum, ribosome, chloroplast, Golgi complex, vacuole and mitochondrion. സസ്യ കോശങ്ങളിൽ കാണുന്ന കോശാംഗങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുമോ? അവയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഹരിതകണം, ഗോൾഗി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺഡ്രിയോൺ. The cell wall, chloroplast and large vacuole are only seen in plant cell. കോശഭിത്തി, വലിയ ഫേനം, ഹരിതകണം ഇവ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ്. All of you draw the structure of a plant cell and label the parts. എല്ലാവരും സസ്യകോശത്തിൻ്റെ ഘടന വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. We can study more about cell organelles in the next class. കോശാംഗങ്ങളെക്കുറിച്ച് കൂടുതലായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.